എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. രണ്ടാം ടെസ്റ്റിൽ ഇംഗ്ലണ്ടിനെ 104 റൺസിന് തോൽപ്പിച്ച ശേഷം 5 മത്സരങ്ങളടങ്ങിയ പരമ്പരയിലെ മൂന്നാം മത്സരത്തിനായി തയ്യാറെടുക്കുകയാണ് ഇന്ത്യ. ഫെബ്രുവരി 15 മുതലാണ് മൂന്നാം ടെസ്റ്റ് ആരംഭിക്കുക. മത്സരത്തിൽ ഇന്ത്യൻ സൂപ്പർ താരം വിരാട് കോഹ്ലി ഉണ്ടാകില്ല. വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ടാണ് താരം മാറി നിൽക്കുന്നത് എന്നാണ് റിപ്പോർട്ട്. കഴിഞ്ഞ മത്സരത്തിൽ ഇല്ലാതിരുന്ന രവീന്ദ്ര ജഡേജയും KL രാഹുലും ടീമിൽ തിരിച്ചെത്തും. ഇനി ഇന്ത്യയുടെ പ്ലേയിങ് 11 നമുക്ക് പരിശോധിക്കാം. മത്സരത്തിൽ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയോടൊപ്പം യശസ്വി ജയ്സ്വാളും ചേർന്ന് ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്യും. മൂന്നാമനായി ശുഭ്മൻ ഗിൽ എത്തും. 4-ാം നമ്പറിൽ ശ്രേയസ് അയ്യർക്ക് പകരം രജത് പാട്ടിദാർ ഇറങ്ങും. 5-ാമനായി KL രാഹുലും ഇറങ്ങും. 6-ാമനായി KS ഭരത്തിന് പകരം ധ്രുവ് ജൂറൽ എത്തും. ബൗളിംഗിൽ രവീന്ദ്ര ജഡേജ തിരിച്ച് എത്തും. ജഡേജയോടൊപ്പം രവിചന്ദ്രൻ അശ്വിൻ, അക്സർ പട്ടേൽ എന്നിവർ ചേർന്ന് സ്പിൻ നിര നിയന്ത്രിക്കും. പേസ് നിരയിൽ മുകേഷ് കുമാറിന് പകരം സിറാജാകും മൂന്നാം മത്സരത്തിൽ ഉണ്ടാകുക. ജസ്പ്രീത് ബുംറയോടൊപ്പം മുഹമ്മദ് സിറാജും ചേർന്ന് പേസ് ആക്രമണം നടത്തും. കഴിഞ്ഞ മത്സരത്തിൽ ബാറ്റിംഗിലും ബൗളിംഗിലും മികച്ച പ്രകടനം തന്നെയാണ് ഇന്ത്യ കാഴ്ചവെച്ചത്. രാഹുലിന്റെയും ജഡേജയുടെയും തിരിച്ചുവരവ് ടീമിന് ഗുണം ചെയ്യും. രണ്ടാം മത്സരത്തിനേക്കാളും ശക്തമായി തന്നെ മൂന്നാം മത്സരത്തിലും ഇന്ത്യ എത്തും എന്ന് നമുക്ക് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ മൂന്നാം മത്സരവും ജയിക്കും എന്ന ആത്മവിശ്വാസം ഇന്ത്യക്കുണ്ട്. ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.